നമസ്കാരം. അമേരിക്ക ഇറാൻ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഭീഷണി ഉയർത്തിയപ്പോൾ ഇന്ത്യ ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നും സമുദ്രഗതാഗതത്തിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സംഘർഷം രൂക്ഷമായതോടെ ലോക സമാധാനത്തിലും സാമ്പത്തിക സുസ്ഥിരതയിലും വലിയ പ്രതിസന്ധി ഉയരുകയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രധാനമന്ത്രി നാളെ പാലായിലും തിരുവനന്തപുരത്തും വോട്ടർമാരെ നേരിട്ട് അഭിസംബോധന ചെയ്യും. ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തെ നയിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയാണ് രംഗത്തുള്ളത്. ഒരു രാഷ്ട്രീയ ബലാബലത്തിലാണ് വരും ദിവസങ്ങളിൽ കേരളം സാക്ഷിയാകാൻ പോകുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും 1 മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം ആക്രമിച്ച് തകർത്ത ശേഷമായിരുന്നു ഈ മുന്നറിയിപ്പ്. ആദ്യം പാലങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും പിന്നീട് വൈദ്യുതി പ്ലാന്റുകൾ തകർക്കുമെന്നുമാണ് ഭീഷണി. ഇറാനിലെ വാണിജ്യ പ്രാധാന്യമുള്ള കൂറ്റൻ പാലം വ്യോമാക്രമണത്തിൽ അമേരിക്ക തകർത്തു. ടെഹ്റാനെ കറാച്ച് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ പാലമായ B1 ബ്രിഡ്ജാണ് US സൈന്യം തകർത്തത്. ആക്രമണത്തിൽ 8ഓളം പേർ കൊല്ലപ്പെട്ടു, 95ഓളം പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏത് നിമിഷവും ഒരു കരയുദ്ധമുണ്ടായേക്കുമെന്ന സാധ്യതയേറുകയാണ്. കരയുദ്ധത്തിന് ഇറാൻ അതിവേഗം സജ്ജമാകുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് ഇറാൻ സൈനിക മേധാവി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 3 ആഴ്ച കൂടി ആക്രമണം തുടരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നീക്കം. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടിയ ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. സംഘർഷം നിലനിൽക്കുന്ന ഈ സമുദ്രപാതയിൽ പൗരന്മാരെ നഷ്ടപ്പെട്ട ഏക രാജ്യം ഇന്ത്യയാണെന്ന് ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 60-ലധികം രാജ്യങ്ങളുടെ ബഹുരാഷ്ട്ര യോഗത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യാന്തര സമുദ്രപാതകളിലൂടെയുള്ള സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ ഊന്നിപ്പറഞ്ഞു. നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ സംഘർഷത്തിന് പരിഹാരം കാണാൻ സാധിക്കൂ എന്ന ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. UK വിദേശകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക, കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നയതന്ത്ര തലത്തിലും രാഷ്ട്രീയമായും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത്. അതേസമയം US യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിൽ ഇന്ത്യക്ക് ഉറപ്പുമായി ഇറാൻ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ സൗഹൃദ രാജ്യമായ ഇന്ത്യക്ക് ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമാണെന്നുമാണ് ഇന്ത്യയിലെ ഇറാൻ എംബസി അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ കരസേനാ മേധാവി റാൻഡി ജോർജിനോട് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെയാണ് US പ്രതിരോധ സെക്രട്ടറിയുടെ നടപടി. 41ാമത് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് നിന്ന് ജോർജ് ഉടൻ തന്നെ വിരമിക്കുമെന്ന് പെന്റഗൺ വക്താവ് ഷോൺ പാർനെൽ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു. യുദ്ധസമയത്ത് ഒരു സൈനിക ജനറലിനെ പുറത്താക്കുന്നത് അഭൂതപൂർവമായ നീക്കമാണ്. റാൻഡി ജോർജിന് 1 വർഷത്തിൽ കൂടുതൽ കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് ഈ നടപടി. യുദ്ധരംഗത്ത് സ്വയം നിയന്ത്രിത ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ച ഇന്ത്യ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്നാണ് ആയുധ സംവിധാനം വികസിപ്പിക്കുക. കില്ലർ റോബോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരക പ്രഹരശേഷിയുള്ള ലീതൽ ഓട്ടോണോമസ് വെപ്പൺ സിസ്റ്റം വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. 2026 മാർച്ച് 30-ന് ലോക്സഭയിൽ ഇത് സമർപ്പിച്ച നിർണായക റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യക്ക് റെക്കോർഡ് തിളക്കം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. 38,424 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത്.
മുൻ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 62.66% വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2024-25 കാലയളവിൽ ഇത് 23,622 കോടി രൂപയായിരുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് മിസൈൽ സംവിധാനം, റഡാറുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയാണ് രാജ്യം പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നവ. ഏതാണ്ട് 80-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണത്തിനുള്ള ബില്ല് പാസാക്കാൻ പാർലമെന്റ് ബജറ്റ് സമ്മേളനം നീട്ടി. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഏപ്രിൽ 16-ന് വീണ്ടും ചേരുമെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ചോദ്യോത്തരവേളയും ശൂന്യവേളയും ഉണ്ടായിരിക്കില്ലെന്നും സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ അറിയിച്ചു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ് ഈ മാസം 29-ന് ശേഷം വീണ്ടും ചേർന്നാൽ മതിയെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് വനിതാ ബിൽ പാസാക്കാനായി 16-ന് തന്നെ ചേരുന്നത്. ഇതോടെ ബജറ്റ് സമ്മേളനത്തിന് ചരിത്രത്തിൽ ആദ്യമായി 3 പാദമായി. കേരളം ആര് ഭരിക്കുമെന്ന് വിധി എഴുതാൻ ഇനി 6 ദിവസങ്ങൾ മാത്രം. അടുത്ത ചൊവ്വാഴ്ച പരസ്യ പ്രചാരണം അവസാനിക്കും. തങ്ങളുടെ താരപ്രചാരകരെ കഴിയുന്നത്ര എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. എൻഡിഎയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ വീണ്ടും കേരളത്തിലെത്തും. പാലായിലും തിരുവനന്തപുരത്തും മോദി പ്രചാരണം നടത്തും. ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായി ഇടതുമുന്നണി തീവ്ര പ്രചാരണത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFന്റെ പ്രചാരണം നയിക്കുന്നത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പിണറായി വിജയൻ എത്തിയിരുന്നു. സംസ്ഥാനത്തെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിൽ സജീവമായിരുന്നു. പ്രിയങ്കാ ഗാന്ധിയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രചാരണത്തിനെത്തി. 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം തകർത്ത് അധികാരം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ആവേശത്തിൽ സംസ്ഥാനത്ത് വീണ്ടും നിയമസഭയിലേക്ക് മികച്ച വിജയം ഉറപ്പിക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വിവിധ ന്യൂസ് ചാനലുകൾ നടത്തുന്ന പ്രീ പോൾ സർവേകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. KPCC അംഗം അഡ്വക്കേറ്റ് JS അഖിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചത്. ഇത്തരം സർവേകൾ വോട്ടർമാരുടെ മനോഭാവത്തെയും തിരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ ചില വാർത്താ അവതാരകർ നിർദ്ദിഷ്ട മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രവചിക്കുന്നതിലൂടെ ബാൻഡ്വാഗൺ ഇഫക്റ്റ് സൃഷ്ടിക്കപ്പെടുകയും അത് വോട്ടർമാരെ ബാധിക്കുകയും ചെയ്യുന്നതായി പരാതിയിൽ പറയുന്നു. ഇത്തരം സർവേകളുടെ പ്രക്ഷേപണം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കുന്നതാണെന്ന് പരാതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ ഉപഭോക്താക്കൾക്ക് ഈ മാസത്തെ റേഷൻ വിഹിതം നാളെ മുതൽ ലഭിക്കും. പെസഹ വ്യാഴം ദുഃഖവെള്ളി അവധികൾക്ക് ശേഷം ശനിയാഴ്ചയാണ് റേഷൻ കടകൾ തുറക്കുന്നത്. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതത്തിനൊപ്പം മെയ് മാസത്തെ റേഷനും മുൻകൂറായി വാങ്ങാവുന്നതാണ്. ഏപ്രിൽ മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 30 വരെയും മെയ് മാസത്തെ വിഹിതം മുൻകൂറായി ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെയും വാങ്ങാവുന്നതാണെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. കൂടാതെ മണ്ണെണ്ണയും ലഭ്യതയ്ക്കനുസരിച്ച് ആട്ടയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും. സ്മാർട്ട് കാർഡിന്റെ റീചാർജ് പരിധി ഉയർത്തി KSRTC 3000 രൂപയിൽ നിന്ന് 5000 രൂപയായാണ് ഉയർത്തിയത്. യാത്രക്കാർക്ക് ടിക്കറ്റിന് പണം നൽകുന്നതിന് പകരം കാർഡ് ഉപയോഗിക്കാം. ATM കാർഡുകൾ സ്വൈപ്പ് ചെയ്യുന്നതിന് സമാനമായ സംവിധാനമാണ് സ്മാർട്ട് കാർഡിലും ഉപയോഗിക്കുന്നത്. 1000 രൂപ മുതൽ 1999 രൂപ വരെയുള്ള റീചാർജിന് 40 രൂപ അധികം ലഭിക്കും. 2000 രൂപ മുതൽ 100 രൂപയും 3000 രൂപ മുതൽ 150 രൂപയും 4000 രൂപ മുതൽ 200 രൂപയും കൂടുതലായി ലഭിക്കും. കാർഡിലെ തുകയ്ക്ക് 1 വർഷമാണ് കാലാവധിയുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും സ്വർണ്ണവിലയിൽ മുന്നേറ്റം തുടങ്ങിയിരിക്കുകയാണ്. 1 പവൻ സ്വർണത്തിന് ഇന്ന് 1440 രൂപ വർദ്ധിച്ച് 1,10,1680 രൂപയായി. ഗ്രാമിന് 180 രൂപ കൂടി 13,835 രൂപയിലുമെത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 150 രൂപ വർദ്ധിച്ച് 11,370 രൂപയും പവന് 1,200 രൂപ വർദ്ധിച്ച് 90,960 രൂപയുമായി. വെള്ളി ഗ്രാമിന് 250 രൂപയിൽ തന്നെയാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടമാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.